നമസ്കാരം. നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ രണ്ടാം പീഡന പരാതിക്കാരി ഇന്ന് തിരുവനന്തപുരം കോടതിയിൽ വന്ന് രഹസ്യമൊഴി നൽകിയതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒന്നാം പീഡന പരാതിയെ നമുക്കറിയാം, ഹൈക്കോടതി വരെ എത്തി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച് നൽകി. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്ന നിർദ്ദേശപ്രകാരം രാഹുൽ മാക്കൂട്ടം 3 ദിവസം SIT സംഘത്തിന് മുൻപിൽ വന്ന് മൊഴി നൽകാനും അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ 2ാം ദിവസമായ ഇന്നും നാളെ, അതായത് ശരിക്കും പറഞ്ഞാൽ 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി ഈ 3 ദിവസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞിരുന്നത്. SIT സംഘത്തിൻ്റെ മുമ്പിൽ വന്ന് സ്വാഭാവികമായിട്ടും മൊഴി കൊടുക്കണം, അന്വേഷണമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 2ാം ദിവസമായി ഇന്ന് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ വന്ന് രാഹുൽ മാക്കൂട്ടം ഇന്ന് ഹാജരായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ 2ാം പീഡന പരാതി നമ്മൾ നേരത്തെ പോലെ ചർച്ച ചെയ്യുമ്പോൾ ഈ 1ാം പീഡന പരാതി, 3ാം പീഡന പരാതി, ഈ 2 പരാതികളിലായിരുന്നു ശരിക്കും വാദപ്രതിവാദങ്ങൾ നടന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പൊതുമണ്ഡലത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ 2ാം പീഡന പരാതി ഓൾറെഡി വന്നിരുന്നുവെങ്കിലും ആ പീഡന പരാതി FIR ഇട്ടു. സ്വാഭാവികമായിട്ട് രാഹുൽ മാക്കൂട്ടം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം അനുവദിച്ച് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ 2ാം പീഡന പരാതി തന്നെ വ്യാജമാണോ എന്നുള്ളൊരു ചർച്ച വന്നിരുന്നു. നമുക്കറിയാം, 2ാം പീഡന പരാതി വന്നിരുന്നത് തന്നെ KPCC പ്രസിഡന്റിന് ഒരു മെയിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അന്ന് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, ഇതൊരു വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻ്റ് ആയിട്ടാണ് തോന്നിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഏതാണ്ട് അദ്ദേഹത്തിന് അത് കിട്ടിയ പാടെ തന്നെ അദ്ദേഹം അത് DGPക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു. DGP അത് SIT സംഘത്തിന് കൈമാറി. അങ്ങനെ അന്ന് തന്നെ FIR ഇട്ട് ആ കേസ് വന്നതോടുകൂടി രാഹുൽ മാക്കൂട്ടം സ്വാഭാവികമായിട്ട് ആ കേസിൻ്റെ പുറത്ത്, കാരണം FIR ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വാദി ഉണ്ടെങ്കിലും ശരി FIR ഇട്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് കേസാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ 2ാം പീഡന പരാതിക്കാരി ഇന്നിപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ വന്ന് ഇന്നിപ്പോൾ രഹസ്യമൊഴി കൊടുത്തതായിട്ടുള്ള അറിവ്. അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ പരിശോധന നടത്തി എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ കാണേണ്ടത് ഈ പീഡനം പോലും കൂടെ 2 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ നടന്നു എന്നുള്ളതാണ് ആരോപണം. അത് ആരോപണം മാത്രമാണ്. ഇപ്പോൾ ഈ രംഗത്തേക്ക് ഈ ആരൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ കക്ഷികളായിട്ട് അല്ലെ പരാതിക്കാരികളായിട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചെകഞ്ഞ് പിടിച്ച് അവരെ പൊക്കിക്കൊണ്ട് വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ഇതിനകത്ത് ഈ SSP എന്ന് പറയുന്ന വലിയൊരു ഫോക്കസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ തുടക്കം പോലെ പറഞ്ഞിരുന്നു. ഈ SSPയുടെ ആ ഒരു പ്രവർത്തനം അത് അവർ ഓരോ നിമിഷവും ഇങ്ങനെ പൊതുമണ്ഡലത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. അതിനേക്കാളും ഉപരി ഇപ്പം ഈ അയ്യപ്പ സംഗമം ഒക്കെ നടത്തിയത് അയ്യപ്പ കൊള്ള സംഗമമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടുമായിട്ട് ടാലി ആവാതെ അത്തരം കണക്കുകളെല്ലാം ഇന്നിപ്പോൾ പൊതുമണ്ഡലത്തിലേക്ക് ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചർച്ചയാവാതിരിക്കുന്നതിലേക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയം പെട്ടെന്ന് ഒരു പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ വെൽ പ്ലാനിങ് ആണെന്നുള്ളത് അന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ ആ വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് വെൽ പ്ലാനിങ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ നടത്തുന്ന ഈ നാടകങ്ങൾ ഇത് പൊതുസമൂഹം ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് എങ്ങനെയും ഇലക്ഷൻ കഴിയുന്നത് വരെയും ഈ ഒരു രാഹുൽ മാക്കൂട്ട വിഷയം അതിങ്ങനെ ലൈവായിട്ട് നിലനിർത്തിക്കൊണ്ട് നിൽക്കണം എന്നുള്ള ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു 2ാമത്തെ പീഡന പരാതിയെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും ആ പരാതിക്കാരിയെ ഈ രാഹുൽ മാക്കൂട്ടം അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെയും പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ അവർ രംഗത്തൊരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനിപ്പം സ്വാഭാവികമായിട്ട് ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ജെനുവലിറ്റി എല്ലാം ഇനിയിപ്പോൾ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം നമുക്കറിയാം, ഇപ്പം പല നടികളും, കാരണം ഈ വിഷയത്തിൽ തന്നെ തുടക്കം പോലെ ചില നടികളാണ് രംഗത്തേക്ക് വന്നത്. ഇനിയും പല ആളുകളും നടികളായിട്ട് രംഗപ്രവേശനം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പം ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത് മനസ്സിലാക്കേണ്ടതാണ്. എന്താണെങ്കിലും നാടകങ്ങൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്
ഇപ്പോൾ പൊതുസമൂഹത്തെ അറിയിക്കാനുള്ളത്. ഈ കാര്യം ഒന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ തന്നെ അറിയിക്കുന്നതായിരിക്കും. നന്ദി.